കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിലെ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് 54 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ നടത്തിയ വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമല്ല, വാർത്തകളിലൂടെ അത് കേട്ട മുഴുവൻ മനുഷ്യരെയും ഞെട്ടിച്ചു കളയുകയുണ്ടായി. 1986 തന്റെ 14-ാം വയസ്സിൽ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിൽ സഹോദരിയുടെ വീട്ടിൽ വിരുന്നുപോയ തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ പിറ്റേ ദിവസം പിന്നിലൂടെ ചെന്ന് വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു ചെറിയ ചാലിലേക്ക് തള്ളിയിട്ട് ശ്വാസം മുട്ടിച്ച് താൻ കൊന്നിട്ടുണ്ട് എന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ. ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തുകയും അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ഇദ്ദേഹം തന്നെ ആണ് പ്രതി എന്ന് ലോകത്തോട് വിളംബരം നടത്തപ്പെടുകയും ചെയ്തപ്പോൾ വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ മാധ്യമ പ്രവർത്തകർ ഈ പ്രതിയോട് ചോദിച്ചത് 40 കൊല്ലങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് തെറ്റായി പോയി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടുന്നു. ഇപ്പോഴാണ് എനിക്ക് സന്തോഷത്തോടുകൂടെ ഉറങ്ങാനും ഉണരാനും സാധിക്കുന്നത്. ഇതിന്റെ പേരിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പേ നടന്നുപോയ ഒരു കാര്യം, പ്രതി ആരാണെന്ന് കണ്ടെത്താൻ കഴിയാതെ അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിച്ചു പോയ ഒരു സംഭവം, അവസാനം നാട്ടുകാർ മുഴുവനും മറന്നുപോയ ഈ സംഭവത്തിലെ പ്രതി തന്നെ ഇത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഒരു കുറ്റവാളിയായി സ്വയം പ്രത്യക്ഷപ്പെടുന്നതിന്റെ പിന്നിൽ പ്രചോദനമായി വർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യരെ ദ്രോഹിക്കുന്നവരെല്ലാം തന്നെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ സ്വന്തം മനസാക്ഷിയിൽ നിന്നുണ്ടാകുന്ന പീഡനമാണ് എന്ന് പറയാറുണ്ട്. 14-ാമത്തെ വയസ്സിൽ ഈ കൊലപാതകം ഇദ്ദേഹം ചെയ്തെങ്കിലും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പലയിടങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായും അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. എല്ലാം നടക്കുമ്പോഴും ഹൃദയത്തിന്റെ കോണിൽ എവിടെയോ ഒരു വല്ലാത്ത അസ്വസ്ഥത നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആദരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യന്റെ ജീവന് വിലയുണ്ട്, അവന്റെ സ്വത്തിന് വിലയുണ്ട്, അവന്റെ അഭിമാനത്തിന് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ ദ്രോഹിക്കുന്ന ഒരാൾക്കും ഒരു പരിധിയിലപ്പുറം സമാധാനത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുവാൻ സാധ്യമല്ല. എന്നോട് പാപം ചെയ്യുന്നത് പോലെയല്ല മനുഷ്യരെ ദ്രോഹിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഓർമ്മപ്പെടുത്തിയത് കാണാം. വാസ്തവത്തിൽ ലോകത്ത് എത്രയോ മനുഷ്യർ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ താഴ്വരകൾ തേടി പോകുന്നവരുണ്ട്, വിജനമായ മരുഭൂമികളിൽ ചെന്ന് അലയുന്നവരുണ്ട്, ഹിമാലയ സാനുക്കളിലോ പർവ്വത ശൃംഖങ്ങളിലോ കയറിച്ചെന്ന് ഏകാന്തമായ ധ്യാനമിരുന്ന് ജീവിതത്തിന്റെ അർത്ഥം തേടുന്നവരുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ അർത്ഥമറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, നിങ്ങൾ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിച്ചു എന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അന്യജീവൻ ഉദകീ സ്വജീവിതം ധന്യമാക്കുന്നു വിമലേ സുമാനുഷർ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നു എന്നറിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മസംതൃപ്തിയും സായുജ്യവും അത് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ സാധിക്കാത്തതാണ്. ഈ അടുത്ത ദിവസമാണ് ഡൽഹിയിലെ മാളവ്യ നഗറിലെ ഒരു ഹോട്ടലിന് തീപിടിച്ച് 22ഓളം ആളുകൾ ദാരുണമായി വെന്തു മരിച്ച വാർത്തകൾ നാം കേൾക്കാനിടയായി. 13ഓളം വിദേശികളും 9 സ്വദേശികളുമായ അതിഥികളാണ് ആ അഗ്നിബാധയുടെ ഇരയായി അവിടെ അന്ന് വെന്തു വെണ്ണീരായി ഈ ലോകം വിട്ടുപോയത്. അവശേഷിക്കുന്ന ആളുകളുടെ മുന്നിൽ ആ ഹോട്ടൽ മുറികളിൽ നിന്ന് താഴെ മുന്നിൽ കാണുന്ന റോഡിലേക്ക് എടുത്തു ചാടുക എന്നല്ലാതെ മറ്റൊരു ഉപായം ഉണ്ടായിരുന്നില്ല. അതാണെങ്കിൽ അത്യന്തം അപകടകരമായ കാര്യവും. അപ്പോഴാണ് റോഡിന്റെ മറുവശത്ത് എത്രയോ വർഷങ്ങളായി മാട്രസ് കച്ചവടം ചെയ്യുന്ന അർമാൻ എന്നും റിയാസുദ്ദീൻ എന്നും പേരുള്ള 2 സഹോദരന്മാർ, ഒരു പിതാവും പുത്രനും, അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാലോചിക്കുന്നത്. തങ്ങളുടെ മെത്തക്കടയിൽ ഉണ്ടായിരുന്ന വില കൂടിയ മെത്തകൾ കൊണ്ടുവന്ന് ഹോട്ടലിന്റെ മുൻവശത്തുള്ള റോഡിൽ നിരത്തിയിട്ട് അതിലേക്ക് ചാടുവാൻ ആളുകളോട് അവർ വിളിച്ചു പറഞ്ഞു. ജീവനിലുള്ള കൊതി കൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ആ കിടക്കയിലേക്ക് വന്നു വീണ മനുഷ്യന്മാർ അതീവ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ പിതാവിനും പുത്രനും വല്ലാത്ത ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മൾ കണ്ടു. മാധ്യമ പ്രവർത്തകരോട് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഇതിലൂടെ സംഭവിച്ചു, പക്ഷേ ഞങ്ങൾ ആരിൽ നിന്നും ഒരു നഷ്ടപരിഹാരവും പ്രതീക്ഷിക്കുന്നില്ല. ഇറ്റ് വാസ് ഔട്ട് ഓഫ് പ്യുവർ ഹ്യൂമാനിറ്റി, ഞങ്ങളുടെ ഉള്ളിലുള്ള മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെ
സ്നേഹത്തിന്റെയും പേരിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നാം നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇവിടെ ഒരുപാട് യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഥകൾ നിരന്തരമായി നാം കേൾക്കുമ്പോഴും ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന ധൈര്യവും ആത്മവിശ്വാസവും പ്രചോദനവും നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള മനുഷ്യരെ കാണുമ്പോഴാണ്. മുഹമ്മദ് ജസീൽ എന്നു പേരുള്ള UK-യിൽ ഒരു റെസ്റ്റോറന്റ് മാനേജറായി ജോലി ചെയ്യുന്ന ചെങ്ങരംകുളം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ UK-യിലെ ഒരു ഫ്ളാറ്റിന്റെ ജാലക പഴുതിലൂടെ താഴെ വീഴാൻ പോകുന്ന 3 വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ വാർത്തയും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായി. ഇത്തരം ആളുകളാണ് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു വാചകം ഇങ്ങനെയാണ്: ലഅൻ അംശിയ മഅ അഖി ഫി ഹാജത്തിൻ ലഹു അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദി ശഹ്റൻ. എന്റെ ഈ പള്ളിയിൽ, അതായത് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഴ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ പുണ്യം പ്രതീക്ഷിക്കുന്നത് എന്റെ ഒരു സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ അവനോടൊപ്പം നടക്കുന്നതാണ് എന്നുള്ളതാണ്. നമുക്ക് ആകെയുള്ള ഒരൊറ്റ ജീവിതം, അതാരെയും ശല്യപ്പെടുത്താതെ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ, ആർക്കും ഒരു ഭാരമാവാതെ, പകരം ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന, അവരുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ വിത്തുകൾ വിതക്കുന്ന, അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയിക്കുന്ന നല്ല ഒരു ജീവിതമായാൽ നമ്മൾ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിയവരായി മാറും. നാഥൻ അനുഗ്രഹിക്കട്ടെ.